പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ കളി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 1-1 സമനിലയായിരുന്നു. എന്നാൽ കളിക്ക് ശേഷം എല്ലാം കൂടി അണ്ണന്റെ നെഞ്ചത്തോട്ടാണ്. പൊങ്കാലയിടല്. അണ്ണൻ പെട്ടിക്കടയിൽ പെറ്റ് കിടക്കുകയാണ്. അണ്ണൻ വിരമിക്കണം. അണ്ണൻ അപ്പുറത്തെ ടീമിന്റെ ഡിഫൻഡറാണ്, ലാൻഡ് റോവറാണ്. എല്ലാം കൂടി ആ മനുഷ്യന്റെ നെഞ്ഞത്താണ്. ഇങ്ങനെ ഏത് നേരം ഓഫ് സൈഡ് പൊസിഷനിലാണ്. പിന്നെ എങ്ങനെ അണ്ണന് പാസ് കൊടുക്കും? ഒരു ടീം കംപ്ലീറ്റ് ആയിട്ട് തീട്ടക്കളി കളിച്ചത്. തീട്ടക്കളി പറഞ്ഞാൽ തീട്ടക്കളിയെ കളിച്ചിരിക്കുന്നത്. എന്നാൽ അവർക്ക് ആർക്കും കുറ്റമില്ല. കുറ്റം മൊത്തം അണ്ണന്റെ നെഞ്ഞത്ത്. എന്നാൽ ഇതേ ടീം റൊണാൾഡോ ഗോൾ അടിച്ച് ജയിച്ചെന്ന് വെച്ചാൽ ആ ക്രെഡിറ്റ് റൊണാൾഡോക്ക് കൊടുക്കില്ല. അത് നേരെ ബാക്കിയുള്ള പ്ലേയേഴ്സ് കാരണമാണ് റൊണാൾഡോ ഗോൾ അടിച്ചത്. റൊണാൾഡോ പെനാൽറ്റി അടിച്ച് ഗോൾ ആക്കി കഴിഞ്ഞാൽ അത് കുറ്റം പെനാൽറ്റിയാണ്. പെനാൽറ്റി മിസ്സാക്കി കഴിഞ്ഞാൽ പെനാൽറ്റി അടിക്കാൻ പോലും വയ്യ. ടാപ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ടാപ്പാൾഡോ. റൊണാൾഡോ ലോങ് റേഞ്ച് അടിച്ചു കഴിഞ്ഞാൽ അയ്യോ ഗോൾ കീപ്പറിന്റെ മിസ്റ്റേക്ക്. ഫ്രീ കിക്ക് അടിച്ചു അത് ഫ്ലൂക്കിൽ കയറിയ സാധനം. ഒരു വണ്ടി ഓടാൻ അതിന് ഫ്യൂവൽ പറയുന്ന സാധനം കൊടുക്കണം. അല്ലാതെ ഒന്നും കൊടുക്കാതെ നീ ഓട് പറഞ്ഞു എങ്ങനെ വണ്ടി ഓടാനാണ്? ഏറ്റവും കൂടുതൽ കേട്ട ഒരു സാധനമാണ്. റൊണാൾഡോ ഏത് നേരം ഓഫ് സൈഡ് പൊസിഷനിലാണ്. പിന്നെ എങ്ങനെ ബോൾ കൊടുക്കും? അതുകൊണ്ടാണ് പ്ലേയേഴ്സ് ബോൾ കൊടുക്കാതിരുന്നത്. സോ ആക്ച്വലി 5-3-2 ആയിരുന്നു ഇന്നലെ കോങ്കോന്റെ ഫോർമേഷൻ. 5 ബാക്ക് ഉണ്ട്. മിഡിലൂടെ കളി വരുന്നില്ല. മിഡ്ഫീൽഡേഴ്സ് പറഞ്ഞ കിഴങ്ങന്മാര് മറ്റേ ഇരട്ട ചങ്ക് കിഡ്നി ലിവറൊക്കെ വിങ്ങിലോട്ടാണ് പാസ് കൊടുക്കുന്നത്. റൊണാൾഡോ ഓഫ് സൈഡ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ വിങ്ങേഴ്സ് ഓടി കയറിയിട്ട് വെച്ചാൽ ഒരു ത്രൂ ബോൾ എടുത്ത് ഹീസ് ഓൺ സൈഡ്. ആ സമയത്ത് അണ്ണൻ ഓൺ സൈഡ് ആണ്, ഈസി ആയിട്ട് ഗോൾ അടിക്കുക. അത് നല്ലൊരു ടാക്ടിക്കൽ മൂവ് ആയിരുന്നു. ആൾ ഓഫ് സൈഡ് പൊസിഷനിൽ ഈ നൂണോ മെൻഡിസോ പെഡ്രോ നെറ്റോ ആരെങ്കിലും ആ ഒരു സമയത്ത് വിങ്ങിലൂടെ ഓടി കയറിയിട്ട് ക്രോസ് കൊടുത്താൽ ഹീസ് ആക്ച്വലി ഓൺ സൈഡ്. സുഖമായി ഗോൾ അടിക്കുക. ഇത് ഹാരി കെയ്ൻ ഇവിടെ ഹൈലൈൻ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ്. ഹാരി കെയ്ൻ ചെയ്യുമ്പോഴും ഹാലൻഡ് ചെയ്യുമ്പോഴും സ്ലാട്ടൻ ചെയ്യുമ്പോഴും കെയ്ൻ മറ്റേ ബെൻസിമ ചെയ്യുമ്പോഴും ഓഹോ അണ്ണൻ ചെയ്യുമ്പോ ഒരു അരിയും പൊരി അറിയില്ല. എന്നിട്ട് കടന്ന് കുറ്റം പറയാൻ നടക്കുകയാണ്. ബാക്കി സകലമാന എണ്ണും ഈ ഹൈലി ടാലന്റഡ് മിഡ്ഫീൽഡ് പറയുന്ന കിഴങ്ങന്മാരൊക്കെ ഇന്നലെ എന്താ കാണിച്ചിട്ടുണ്ടായിരുന്നു? ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് കുറ്റം വരുമ്പോ മൊത്തം ഇങ്ങേരെ നെഞ്ഞത്ത് അങ്കെടുക്കാറ്. അത് മുമ്പ് ആള് പറഞ്ഞ പോലെ തന്നെ റൊണാൾഡോ എന്നുള്ള ഒരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ ന്യൂസ് കാണാൻ ആൾക്കാരുണ്ടാവും. ഉറപ്പാണ് റൊണാൾഡോയ്ക്ക് 41 വയസ്സ്. പണ്ടത്തെ പോലെ കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഫീഡ് ഹിം. ഇതിലും നല്ലതാണ് പഴയ പാസ് ടു റൊണാൾഡോ സ്ട്രാറ്റജി. ഒരു 10 എണ്ണം കൊടുത്താൽ അണ്ണൻ 2 എണ്ണെങ്കിലും ചിലപ്പോൾ ഗോളാക്കിയിട്ടുണ്ടാവും. ഇതന്നെയാണ് ഒരുവിധം എല്ലാ കളിയിലും നടക്കുന്നത്. എന്നിട്ട് പറയും റൊണാൾഡോ മേജർ ടൂർണമെന്റ്സിൽ ഇമ്പോർട്ടന്റ് മാച്ചസിൽ ഗോൾ അടിക്കുന്നില്ല. എങ്ങനെ അടിക്കാനാണ്? This is a freaking thing that is happening every time, actually all time. എന്തെങ്കിലും ഒന്ന് കൊടുത്താലല്ലേ എങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ? ഇത് ഒരു നിർഗുണ സാധനമുണ്ട്. സി പോർച്ചുഗൽ ഈസ് ഹൈലി ടാലന്റഡ്. കമ്പയറിംഗ് ടു ഇപ്പൊ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് മെസ്സി ആയിട്ടാണല്ലോ. ഗോഡ് ജിബേറ്റ്. അർജന്റീനയും പോർച്ചുഗൽ സൈഡും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. മെസ്സിക്ക് വേണ്ടി മരിക്കാനും മെസ്സിക്ക് വേണ്ടി കൊല്ലാനും അവിടെ ഒരു ടീമേ റെഡിയാണ്. അവർ കൊടുക്കുന്ന ത്രൂ ബോൾസും അവർ കൊടുക്കുന്ന പാസസും മാത്രം നോക്കിയാൽ മതി. എന്നാൽ ഇവിടെ അണ്ണനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം ടീമാണ്. ഇന്നലെ ആരൊക്കെയൊക്കെ ഞാൻ പറയുന്നത് റൊണാൾഡോയും റഫറിയും ഒരു ടച്ച് പോലും നടത്തിയിട്ടില്ല. ബോളിൽ ഒരു ടച്ച് പോലും നടത്താതെ കളി പൂർത്തിയാക്കിയിരുന്നു. ഫസ്റ്റ് ഹാഫില് ഒരു സമയത്ത് ഹി ഈവൻ ടുക്ക് 4 ഡിഫൻഡേഴ്സ് വിത്ത് ഹിം. 4 പേരാ കൊണ്ടായി. എന്നിട്ട് ബ്രൂണോ ഫെർണാണ്ടസിനെ പെനാൽറ്റി മറ്റേ ബോക്സിന്റെ തൊട്ടടുത്ത് വെച്ചിട്ട് പാസ് കൊടുത്തു. ബ്രൂണോ എന്താ ചെയ്ത്? ആ ബോൾ ബാക്ക് പാസിട്ട് ഗോളി വരെ എത്തിച്ചു. വേറൊരു സമയത്ത് പെഡ്രോ നെറ്റോ ആയിട്ട് ഒരു 1-2 നല്ല വൃത്തിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് റൊണാൾഡോ നല്ലൊരു പൊസിഷനിലോട്ട് വന്നപ്പോൾ പെഡ്രോ നെറ്റോന്റെ കാലിൽ നിന്ന് ബോൾ പോയി. ആൻഡ് പറയുന്ന കേട്ടാ തോന്നും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ അവിടെ മറ്റേ മരം പുഴുങ്ങിയ പോലെ നിൽക്കുകയായിരുന്നു. ഈ മറ്റേ റീൽസിലും അല്ലെങ്കിൽ കണ്ണിക്കണ്ട ഏതെങ്കിലും അലവലാതി തെണ്ടികൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് പുഴുങ്ങാൻ നടക്കണ കുറെ എണ്ണം വേറെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് വാച്ച് ദ ഗെയിം, വാച്ച് ദ ഫ്രീക്കിംഗ് ഗെയിം. ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് ആ മുതലിനെ ടീം പ്ലേയിങ് 11 മാറ്റണോ അന്നേ രക്ഷപ്പെടുള്ളൂ. റൊണാൾഡോനെയും ബ്രൂണോനെയും ഒരുമിച്ച് ഇറക്കി കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോലില്ല. ദിസ് ഗായ് ആൻഡ് ഹിസ് ഈഗോ, അതേപോലെ തന്നെ ആളുടെ ഒരു അഹങ്കാരം, വെരി സെൽഫിഷ്. ടാലന്റ് ഉണ്ട്, എല്ലാ തേങ്ങയുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുന്ന 10% കളി പോലും ബ്രൂണോ ഇന്നേ വരെ പോർച്ചുഗലിന് വേണ്ടി കളിച്ചിട്ടില്ല. പറയുന്ന കേട്ട ബ്രൂണോ എന്തോ വൈരക്കല്ല് പോലെയാണ്, പെരിയ അപ്പാ ടക്കർ.
എന്നിട്ട് കുറ്റം മൊത്തം അങ്ങേർക്ക്. ഇന്നലെ ബ്രൂണോ 90 മിനിറ്റ് ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 94ാമത്തെ മിനിറ്റിൽ എന്തോ നല്ലൊരു മൂവ്മെന്റ്, നല്ലൊരു അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അണ്ണൻ പാസ് കൊടുത്തത് അപ്പുറത്തെ ടീമിന്റെ പ്ലെയറിന്. അതൊരു കൗണ്ടർ അറ്റാക്ക് ആയിട്ട് പോയിട്ട് വേണമെങ്കിൽ ഗോൾ വരെ ആയിട്ടുണ്ടാവും. അതിനാരും കാണില്ല, അതിനാരും കുറ്റം പറയില്ല. ബെർണാഡോ സിൽവ ഒന്നേ കളിപ്പിക്കുകയാണെങ്കിൽ ബെർണാഡോ സിൽവയെ മിഡ് കളിപ്പിക്കുക, റൈറ്റ് വിങ് കൊണ്ട് ഇറക്കിയിരിക്കുന്നു. ആർക്കാർക്ക് ഉപകാരം. ദിസ് ഗായ് ഈസ് ആക്ച്വലി ലോക നിർഗുണൻ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കളിക്കാരനാണ് ബെർണാഡോ സിൽവ. ഇത് പിടിച്ച് പുറത്ത് കളയേണ്ട സമയം ആ സമയത്ത് റയൽ മാഡ്രിഡ് എടുത്തിരിക്കുന്നു. പെരിയ സൈനി ബെർണാഡോ സിൽവ ആയിട്ട് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യില്ല. എന്നാൽ കൊടുക്കുന്ന ബോൾസ് ഒക്കെ അണ്ണ അപ്പുറത്തെ ടീമിന് വിട്ടു കൊടുക്കും. മിഡ്ഫീൽഡിലോട്ട് പോകുമ്പോൾ ഇന്നലെ പെഡ്രോ നെട്ടോ ഉണ്ടായിരുന്നു. പെഡ്രോ നെട്ടോ വിങ്ങിൽ കളിക്കണ്ടായിരുന്നു. പെഡ്രോ നെട്ടോ ഒരു ക്രോസ് കൊടുത്തു, അതിന് ഗോളായി. അതിനുശേഷം ഈ ചങ്ങായി എവിടേക്കൊക്കെ ഓടിപ്പോണ്ട്, ബോൾ പ്രോപ്പറായിട്ട് ക്രോസ് ചെയ്യുന്നില്ല, പാസ് ചെയ്യുന്നില്ല. എഞ്ചിൻ PSG എഞ്ചിനായിട്ട് 2 ഉണ്ട്. പിന്നെ നൂണോ മെൻഡേസ് ഉണ്ട്. നൂണോ മെൻഡേസിനെ ഞാൻ കുറ്റം പറയുന്നില്ല. നൂണോ മെൻഡേസ് ആക്ച്വലി 2 ഡിഫൻഡേഴ്സിനൊക്കെ വലിച്ച് കിഡുമായിട്ട് റണ്ണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ നേഷൻസ് ലീഗ് കണ്ടവർക്ക് അറിയാം, ഇതേ ടാക്ടിക്സ് ആണ് പല സമയത്തും വർക്ക് ആയിട്ടില്ല. റൊണാൾഡോ ഓഫ് സൈഡ് ആയിരിക്കും, നൂണോ മെൻഡേസ് വിങ്ങിൽ കൂടെ ഓടിക്കയറും, നൂണോ മെൻഡേസ് പാസോ ക്രോസോ കൊടുക്കും, അവിടുന്ന് ഗോളാവും. അല്ലാതെ അത് എന്തോ പെരിയ തപ്പൊന്നും അല്ല. ദാറ്റ്സ് ആക്ച്വലി വെരി നൈസ് ടാക്ടിക്സ്, ക്ലവർ ടാക്ടിക്സ് ആണ് അതൊക്കെ. എന്നിട്ട് ഓഫ് സൈഡിൽ പുഴുങ്ങി കിടക്കണ എത്ര. വിട്ടീനൊക്കെ ഇന്നലെ എന്താ കളിച്ചിരിക്കുന്നത്? ഞാൻ ഒരു സമയത്ത് നോക്കുമ്പോ ഓപ്പോസിറ്റ് ഹാഫിലാണ് സകലമാനം, എക്സെപ്റ്റ് 3, ഒരു 3 പേര് ഒഴിച്ച് ബാക്കി സകലമാനെണ്ണം ഓപ്പോസിറ്റ് ഹാഫിലാണ്. ഒരു കൗണ്ടർ അറ്റാക്ക് വന്നു കഴിഞ്ഞു വെച്ചാൽ ഈ 3 എണ്ണത്തിനെ കൊണ്ട് കൂട്ടിയെ കൂടും. എന്ത് കണ്ടിട്ടാണ് ഇത്രയും പ്ലേയേഴ്സ് ആ ഓപ്പോസിറ്റ് ഹാഫിൽ പോയി നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. വിട്ടീനൊക്കെ പെരിയ മിഡ്ഫീൽഡർ ആണല്ലോ. വിങ്ങിലേക്ക് ബോൾ ഉരുട്ടി കൊടുക്കാനാണെങ്കിൽ മിഡ്ഫീൽഡേഴ്സിന്റെ ആവശ്യം എന്താ? അതും പെരിയ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ജാവോ നെവസ് എല്ലാ വിങ്ങേഴ്സിനും ഉരുട്ടി കൊടുക്കാനാണ് വെച്ചാൽ ഇവരുടെ ആവശ്യം എന്താ? പിന്നെ റെനാട്ടോ വേഗ പറഞ്ഞിട്ട് ഒരുത്തന്നെ ഇന്നലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ചങ്ങായി കാരണം എത്ര ഗോൾ കയറണ്ടാണ്. ഇന്നലെ മറ്റേ വിസ ആ ചങ്ങായി ഗോൾ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ്. ദാറ്റ് ഗായ് വാസ് അൺമാർക്ഡ്. സിമ്പിൾ ഗോളായിരുന്നു. ക്യാൻസലോ എന്നെങ്കിലും, ബ്രൂണോന്റെ വേറെ വേർഷൻ ക്യാൻസലോ എന്നെങ്കിലും, ഞാൻ അവസാനമായിട്ട് ക്യാൻസലോ എന്താ റൊണാൾഡോക്ക് ഒരു ബോൾ കൊടുത്ത് കാട്ടും യുവന്റസിൽ ഇവർ ഒരുമിച്ച് കളിക്കുമ്പോഴാണ്. അത് അടുത്തൊരു അപ്പാട്ടക്കർ സ്വന്തമായിട്ട് ഏത് ക്ലബിന് കളിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയി ചെയ്യും. ആൻഡ് പോർച്ചുഗലിന് വേണ്ടി കളിക്കുമ്പോൾ എസ്പെഷ്യലി റൊണാൾഡോ ഉള്ള സമയത്ത്, റൊണാൾഡോ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ക്യാൻസലോന്റെ കളി നോക്കിയാൽ മതി. ദിസ് ഗായ് വോണ്ട് പാസ്. പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് റോബർട്ടോ മാർട്ടിനസ് ഈ മറ്റേ ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനെ കൊണ്ട് തൊലച്ചതെന്ന് പറഞ്ഞപ്പോ ഞാൻ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിശ്വസിച്ചത് കുറെയൊക്കെ അവരുടെ പ്ലേയേഴ്സ് തമ്മിൽ പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടാവാതിരുന്നുണ്ട്. ലുക്കാക്കു ഇമ്പോർട്ടന്റ് മാച്ചസിൽ ഒരു ലോഡ് ചാൻസസ് മിസ്സാക്കി, ഒരു ലോഡ് ഓപ്പൺ ചാൻസസ്. പിന്നെ മറ്റേ അവര് തമ്മിൽ കോട്ടോനും ഡിബ്രൂവിനെ പറ്റില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇന്നലത്തെ കളിയൊക്കെ കണ്ടപ്പോ ഐ വാസ് ലൈക്ക് ദാറ്റ്സ് ട്രൂ. ഇങ്ങനെ ഒരു പ്രോപ്പർ ടാക്ടിക്സ് ഇല്ല. ജാവോ ഫെലിക്സ് ഉണ്ട്. ജാവോ ഫെലിക്സും റൊണാൾഡോയും ഒരു സീസൺ ത്രൂ ഔട്ട് കളിച്ചിട്ടില്ലാണ് ഒരേ ടീമിൽ. അത്രയും നല്ല ബോണ്ട് ഉണ്ട് അവര് തമ്മിൽ. ഇവരെ രണ്ടുപേരും ഇറക്കാതെ അവസാനം കൊണ്ടിട്ട് ഗോൺസാലോ റാമോസ് ഒക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറെ പേര്. എന്താണ് മറ്റേ വേൾഡ് കപ്പിൽ ഹാട്രിക് അടിച്ചതല്ലേ, ഇന്നലെ എത്ര ടച്ച് എടുത്തിട്ടുണ്ട് വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്നിട്ട് പറയും. എത്ര ചാൻസസ് ക്രിയേറ്റ് ചെയ്ത്, എത്ര ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ച്. എന്നാൽ ഇതാകുമ്പോ റൊണാൾഡോന്റെ തലയിൽ ഇടാൻ മാത്രം, മുളക് തേക്കാൻ മാത്രം എല്ലാവർക്കും ഭയങ്കര സ്നേഹം. ജാവോ ഫെലിക്സ് വന്നിട്ട് വെച്ചാൽ ഡെഫിനറ്റ്ലി there would have been some difference. നൈജീരിയക്കെതിരെയുള്ള കളി കണ്ടാൽ മതി, ജാവോ ഫെലിക്സിന് ഒരു കിട്ടു അടി ഉണ്ടായിരുന്നു. റൂബൻ ഡേസ് ഇല്ലായിരുന്നു, ഇനാസിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇനാസിയോ വേഴ്സസ് നൈജീരിയ പൂവർ പെർഫോമൻസ് ആയിരുന്നു. റോബർട്ടോ മാർട്ടിനസ് എന്ത് ടാക്ടിക്സ് ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഒരു ടാക്ടിക്സും ഇല്ല. എനിക്ക് തോന്നുന്നത് സാൻഡോസിനെ മാറ്റിയ സമയത്ത് മൗറീനിയോനെ കൊണ്ടുവരണമായിരുന്നു. മൗറീനിയോന്റെ അടുത്ത് ഇജാതി ഇതൊന്നും നടക്കില്ല, ഇങ്ങനെ ഇവന്മാരുടെ പാസ് കൊടുക്കില്ല, മറ്റേ പരച്ച കടന്ന് പോടാ പറയും. എന്നാൽ അതിന് പകരം ഇങ്ങേരെ കൊണ്ടുവന്നു. ഇങ്ങേര് പിന്നെ റൊണാൾഡോ ഭക്തനായതുകൊണ്ട് ആരും ഇങ്ങേരെ ഒന്നും പറയൂല. എന്ത് വന്നാലും അണ്ണന്റെ തലയിലാണ്. നല്ലത് ചെയ്താൽ അതാരും കാണൂല. ഇപ്പൊ കമ്പയർ പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന അല്ലെ കമ്പയർ. കോങ്കോ സൈഡ് 5 ബാക്ക് ദേ വർ ടു ഗുഡ്. അവർ കടത്തി വിടുണ്ടായിരുന്നില്ല. കമ്പയറിംഗ് ടു അൾജീരിയ പറയുമ്പോ എന്താ, വാതിൽ തുറന്നിട്ട് കൊടുക്കാണ്, വന്ന അത്ര സ്പേസ് തരാം, അടിച്ചോ പറഞ്ഞിട്ട്. യു കാൻ കമ്പയർ ഓൾ ഓഫ് ദാറ്റ്.
ആൻഡ് ഇവരുടെ ഡിഫൻസ്, പോർച്ചുഗലിന്റെ ഡിഫൻസ് ഇന്നലെ എന്തായിരുന്നു, വിങ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ തുറന്നിട്ട് കൊടുത്തിരിക്കാൻ വാൻ ബിസാക്കിക്ക് കയറി വന്നോ ക്രോസ് കൊടുത്തോ പറഞ്ഞിട്ട്. ഇനിയിപ്പോ റൊണാൾഡോ അവിടെ പോയിട്ട് ഡിഫൻഡും ചെയ്യേണ്ടി വരും അല്ലേ. എത്ര തവണ അങ്ങേര് ഇറങ്ങി വന്നു. ആൻഡ് റൊണാൾഡോയ്ക്ക് ഓടാൻ പറ്റുന്നില്ല. എടേ സെക്കൻഡ് ഹാഫിലൊക്കെ ആ മനുഷ്യൻ എജ്ജാതി പ്രസിംഗ് ആണ് ഗോൾ കീപ്പറിനെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് കണ്ടിന്യൂസ്ലി റൺ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുറച്ച് ഫാക്ട് ഉള്ള ആർഗ്യുമെന്റ്സ്, ബേസ്ലെസ് ആയിട്ട് സ്റ്റുപ്പിഡ് തേർഡ് റേറ്റ് ഷിറ്റും കൊണ്ടല്ല വരണ്ട്. പെട്ടിക്കടപ്പുണ്ട്. സ്ട്രൈക്കറിന്റെ റോൾ എന്താടേ? പിന്നെ സ്ട്രൈക്കർ വന്ന് ഡിഫെൻഡ് ചെയ്യണ? റൊണാൾഡോ ഈസ് വെൽ നോൺ ഫോർ ഹിസ് ഹെഡേഴ്സ്. മാക്സിമം അങ്ങേര് കൊടുക്കേണ്ടത് ക്രോസസ് ആണ്. അതെന്താ വെച്ചാൽ ഇങ്ങേരെ രണ്ടുപേര് മാർക്ക് ചെയ്തിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബാക്കിയുള്ള പ്ലേയേഴ്സ് അതിന്റെ ഒരു നിലവാരത്തിനൊത്ത് ഉയരണം. ആൻഡ് റൊണാൾഡോ 2 ഓപ്പൺ ചാൻസസ് മിസ്. എങ്ങനെയാണ് ഓപ്പൺ ചാൻസസ്? ദാറ്റ് വാസ് ഹാഫ് ചാൻസസ്, ഫക്കിംഗ് ഹാഫ് ചാൻസസ്. റൊണാൾഡോ ബ്രൂണോന് കൊടുത്തില്ല. ബ്രൂണോന്റെ ചാൻസ് റൊണാൾഡോ കുണ്ടിയിലല്ല കണ്ണൊന്നും, മോത്ത് തന്നെയാണ്. അങ്ങേര് നോക്കുന്ന സമയത്ത് ബോൾ വാസ് കമ്മിങ് ടുവേർഡ്സ് ഹിം. അപ്പൊ ഈ ഒരു പ്രഷർ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഗോൾ അടിപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടി അങ്ങേര് അടിച്ചു തന്നെയാണ്. ആൻഡ് ഇങ്ങേര് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ബോൾ വന്നത് ബാക്കിലോട്ടാണ്. അതൊരു പ്രോപ്പർ ഷോട്ട് ആയില്ല. ആൻഡ് ദ നെക്സ്റ്റ് ബോൾ, കോൺസാസയോന്റെ നെക്സ്റ്റ് ബോൾ വന്നിട്ട് ഇറ്റ് വാസ് ടൈറ്റ്ലി മാർക്ക് ബൈ 2 ഡിഫൻഡേഴ്സ്. കിട്ടിയ സമയത്ത് അങ്ങനെ പെട്ടെന്ന് അടിച്ചു. ഇതൊക്കെ ഒരു കളിയിൽ സ്വാഭാവികമാണ്. എംബാപ്പെ സെനഗലിനൊപ്പം ചാൻസ് മിസ്സാക്കിയില്ലേ? ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ഫിനിഷർ എന്ന് പറയുന്ന ആളാണല്ലോ. ആ ഒലീസ് എത്ര ചാൻസ് കൊടുത്തു, മിസ്സാക്കിയില്ലേ? ഇതൊക്കെ ഹ്യൂമൻ എറേഴ്സ് ആണ്. അല്ലാതെ ഒരാള് ചെയ്യുമ്പോൾ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യലും മറ്റാള് ചെയ്യുമ്പോൾ മാത്രം ഇതൊന്നും ആർക്കും കാണില്ല. എന്ന് തൊട്ട് കേൾക്കുന്നതാണ് റൊണാൾഡോ വിരമിക്കണം. വിത്തൗട്ട് റൊണാൾഡോ ദിസ് ടീം ഈസ് വെരി സ്ട്രോങ്. യൂറോ കപ്പ് അടിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്നതാണ്. അങ്ങനെ അടിക്കുമ്പോൾ കപ്പിന് വിലയില്ല. അതിനു മുമ്പ് ഇന്റർനാഷണൽ ട്രോഫീസിനൊക്കെ വലിയ വലിയ വിലയാണ്. എന്നാൽ വെൻ റൊണാൾഡോ വിൻ സംതിങ്, അത് പ്രൈസ്, അത് ഒരു പ്രൈസ് ഇല്ലാത്ത സാധനം, വാല്യൂ ഇല്ലാത്ത സാധനമാണ്. അപ്പൊ മറ്റേ നേഷൻസ് ലീഗ് വന്നിട്ട് ഫ്രണ്ട്ലി ടൂർണമെന്റ് ആവും. അതേപോലത്തെ യൂറോ കപ്പ് വന്നിട്ട് അയ്യോ ഇതൊക്കെ എന്തോന്ന് കപ്പ്. കോപ്പ അമേരിക്ക പിന്നെ പെരിയ വാല്യൂ ഉള്ള സാധനമാണല്ലോ. അങ്ങേര് എന്താണെന്നുള്ളത് ഈ ഫാൻ ബേസ് കണ്ടാൽ മനസ്സിലാവും. വിത്തൗട്ട് റൊണാൾഡോ പോർച്ചുഗലിന് ഫാൻ ബേസ് പോയിട്ട് ഒരു തേങ്ങാപ്പിണ്ണാക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ബോൺ വിത്ത് സിൽവർ സ്പൂൺ പറയില്ല, അങ്ങനെയായിരുന്നു ഓരോരുത്തർ ടീമിലോട്ട് സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. ഒത്തറി കിടു ഒരു സ്ക്വാഡിലോട്ട് വന്നിട്ട് ദേ ഹാഡ് വേൾഡ് കപ്പ് ബിഫോർ, ദേ ഹാഡ് അതർ ഇന്റർനാഷണൽ ട്രോഫീസ്. പിന്നെ ആ സമയത്ത് വന്നിട്ട് ടീമിൽ കയറി ട്രോഫി എടുക്കണമെന്നൊന്നും അല്ല വലിയ കാര്യം. വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ പോലും പ്രോപ്പർ ആയിട്ട് ഇല്ലാത്തൊരു സ്ക്വാഡിനെ കൊണ്ടുവന്നിട്ട് എല്ലാ കൊല്ലവും വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യിപ്പിക്കലും, അതേപോലെ തന്നെ ഈ ഒരു തട്ടിത്തരികിട സ്ക്വാഡ് വെച്ചിട്ട് ഇന്റർനാഷണൽ ട്രോഫി വിൻ ചെയ്യലൊക്കെ തന്നെയാണ് കാര്യം. ബിഫോർ റൊണാൾഡോ പോർച്ചുഗൽ വാസ് നത്തിങ്. അങ്ങനെ ഒരു ടീം ഉള്ളത് തന്നെ പലർക്കും അറിയില്ല. എത്ര ട്രോഫി ജയിച്ചിട്ടുണ്ട് അവര്? അതൊക്കെയാണ് കാര്യം. നല്ലതൊന്നും ആരുടെ കണ്ണിലും പിടിക്കില്ല. അങ്ങേര് എന്തെങ്കിലും ഒന്ന് തെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നാൽ അപ്പൊ അങ്ങേരെ നെഞ്ഞത്ത്. ഈ വേൾഡ് കപ്പിന്റെ ഗോളിന്റെ ബേസിസിലാണ് ഒരാളുടെ ഗോട്ട് എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് വെച്ചാൽ ആ ടൈറ്റിൽ കൊടുക്കേണ്ട എംബാപ്പയ്ക്കാണ്, വേറെ ആർക്കും അല്ല. ഇതിന് വെരി ഫ്യൂ സീസൺസ് ആൾ 10-14 ഗോൾ അടിച്ചിട്ടുണ്ട്. അതെന്താ ആരും കണ്ണിൽ കാണില്ലേ? റൊണാൾഡോ സോ ഇനിയും കളിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സൗദി അറേബ്യയുടെ ആദ്യത്തെ കളി അർജന്റീന എന്താ കാണിച്ചിട്ടുണ്ടായിരുന്നു? ദേ ഫൈനലി വിൻ ദ ട്രോഫി. അതേപോലത്തെ ഇനിയും ചാൻസസ് ഉണ്ട്. ദേ നീഡ് എ പ്രോപ്പർ ഫോർമേഷൻ, പ്രോപ്പർ ടാക്ടിക്സ് ആൻഡ് നല്ല നല്ല പ്ലേയേഴ്സിനെ ഇറക്കണം. ബ്രൂണോനൊക്കെ ബെഞ്ചിൽ എടുത്തിട്ട് വേറെ ആരെങ്കിലും ഇറക്കുക. അതേപോലെ ജാവോ ഫെലിക്സിനെ കൊണ്ടുവരിക, റാഫേലിയോ, പ്രോപ്പർ വിങ്ങേഴ്സിനെ ഇറക്കാൻ നോക്കുക. ഈ ബെർണാഡോ സൊലുബേനും പിടിക്കാതെ. ആ പാളിനെ കൊണ്ടുവന്നിട്ട് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഒരു DMF ഉണ്ടാവുമായിരുന്നു. ഇങ്ങനെ പൊട്ടില്ലായിരുന്നു. ഡിഫൻസ് ഒക്കെ തട്ടിത്തരികിട സാധനമാണ്. എപ്പോ വേണമെങ്കിൽ പൊട്ടും. പപ്പടം പൊടിയുന്ന പോലെ പൊടിയും. സോ നെക്സ്റ്റ് കളി ഡെഫിനറ്റ്ലി ഉസ്ബെക്കിസ്ഥാന്റെ ഒപ്പമാണ്. എനിക്ക് തോന്നുന്നില്ല അത് അത്ര വലിയ ടഫ് കളിയായിരിക്കുന്നത്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് വേൾഡ് കപ്പ് ആൻഡ് എവറി ടീം ഈസ് സ്ട്രോങ്. ഇത് ചെറിയ ടീമാണ്, വലിയ ടീമാണ്, അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. എവറി ടീം ഈസ് സ്ട്രോങ്. എന്താ നടക്കാന്ന് കണ്ടേ പറയാൻ പറ്റുള്ളൂ. ഇജാദ് നക്കിയ കളിയും വെച്ചിട്ട് പോയിട്ട് തോറ്റ് തൂറി പുറത്ത് തന്നെ അണ്ണന്റെ 1 ലാസ്റ്റ് ഡാൻസ് ഒക്കെ തീരുമാനമാവും. ബട്ട് സ്റ്റിൽ ഡോണ്ട് പുട്ട് ദ എൻറ്റയർ ബ്ലെയിം ഓൺ ഹിം. എന്നും അങ്ങേരെ മണ്ടേ കയറി ഇരിക്കുന്നത് നിർത്തുക.